അന്നന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ അന്നന്നങ്ങ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കഷ്ടപ്പെടും. CMA എടുക്കുന്നതിന് മുന്നേ പണ്ട് എക്സാം നാളെ ആണെങ്കിൽ പാതിരാത്രി ഇരുന്ന് പഠിക്കും, കുറേ ചായ കുടിച്ചോണ്ട് ഉറക്കം വരും, പിന്നെയും ചായ ഇടും, ഉറക്കം വരും, പിന്നെയും ചായ ഇടും. സുലൈമാനി കുടിച്ചാലേ എന്റെ ഉറക്കം പോകത്തോ. ഞങ്ങൾ ബന്ധുക്കളെല്ലാം ഫംഗ്ഷൻ ഒത്തുകൂടിയപ്പോൾ എല്ലാവർക്കും പപ്പടം കൊടുത്തു ഒരേ രീതിയിൽ. പക്ഷെ ഒരു കുട്ടിക്ക് മാത്രം 2 പപ്പടം എക്സ്ട്രാ. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ, എല്ലാവർക്കും ഒരേപോലെയല്ലേ പപ്പടം ഇടണ്ട, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും 2 പപ്പടം വീതം കിട്ടി. പെട്ടെന്നൊരു റിയലൈസേഷൻ. അങ്ങനെയൊക്കെയാണോ കൊല്ലത്ത് പപ്പടത്തിന് അടി ഉണ്ടാകുന്നത്? പപ്പടം സലാഡ് അത് വിട്ട് ഒരു കളിയുമില്ല. നമ്മുടെ ഫേവറേറ്റ് ആണല്ലോ പപ്പടം. ഞാൻ തോനെ എടുക്കാതിരിക്കാനുള്ള വേറെ ഓരോരുത്തരുടെ ട്രിക്കുകളാണ്. നിനക്ക് മോക്കുരു വരും, അതുകൊണ്ട് നീ കഴിക്കണ്ടാട്ടോ. കഴിച്ചിട്ട് വന്നാ എന്താ, ഞാൻ മോക്കുരുന്റെ ഓയിൽമെന്റ് ഇടും, അത്രേ ഉള്ളൂ. കുഞ്ഞിലെ ഫുഡ് കഴിക്കാൻ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, പക്ഷെ ഞാൻ ഇപ്പൊ ആഗ്രഹിക്കാറുണ്ട് അന്ന് കിട്ടിയ ഫുഡ് ഇപ്പൊ കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ അത് മൊത്തം പ്ലേറ്റ് വടിച്ച് നക്കി കാലിയാക്കി തന്നെ. തരുന്ന ഫുഡ് വേണ്ടാത്തോണ്ട് ഞാൻ അലമാരിയുടെ ഇടയിൽ ഒളിപ്പിച്ചിട്ട് അവിടെ കൊതുക് വന്ന് ഉമ്മ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മ വിചാരിച്ച് ഞാൻ ഫുഡ് എല്ലാം കഴിച്ച് നല്ല മിടുക്കി കുട്ടിയാണെന്ന്. ഇപ്പൊ എന്ത് കിട്ടിയാലും തീർക്കും.